ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ചാനൽ എന്തുകൊണ്ടാണ് ഇത്രയായിട്ടും 100 സബ്സ്ക്രൈബേഴ്സ് പോലും കയറുന്നില്ല, ഡെയിലി സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഒട്ടും കയറുന്നില്ല എന്ന് അല്ലേ? പലരും നിങ്ങളോട് ചോദിച്ചിട്ടും ഉണ്ടാവും അല്ലേ? എന്തായാലും ഇതിനൊക്കെ ഉള്ളൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഷോർട്ട് വീഡിയോസ് ഇടുന്നവരാണ്, പക്ഷേ അത് ഇടേണ്ട രീതിയിൽ ഇടുന്നൊരു മെത്തേഡുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്കും ഡെയിലി 100 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടും കേട്ടോ. അത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒരു മാറ്റവും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കണം. ഈ ഒരു മിറാക്കിൾ നിങ്ങൾക്കും കാണാൻ പറ്റും. എന്തായാലും എൻ്റെ വീഡിയോസും ഇങ്ങനെ തന്നെയാണ്. കാര്യം ഞാൻ ആദ്യമൊക്കെ ഇടുന്ന ഷോർട്സ് ഒരിക്കലും ഇത്രയും റീച്ചിൽ കയറത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടുന്ന മിക്ക ഷോർട്സും ഡെയിലി 100 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കയറുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് എനിക്ക് എൻ്റെ ചാനലിലൂടെ പ്രൂവ് ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നമുക്ക് ലേഖടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ എല്ലാവരും പറയുന്ന പോലെ വെറുതെ പറയുന്നതല്ല, ഇത് ജെന്യൂനാണ്. നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരണം. ഓക്കെ, എന്തായാലും നമുക്ക് ലേഖടിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് എടുക്കുക കേട്ടോ. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ കിട്ടും. ആ വീഡിയോ എടുക്കുക. ഷോർട്ട് വീഡിയോ ആണ് ഞാനിത് എടുക്കുന്നത്. എന്നിട്ട് നമുക്കത് ആഡ് സൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് സോങ് കിട്ടും. പിന്നെ നമുക്ക് ആ സൈഡ് ബട്ടണിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള എന്ത് വേണോ നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹാപ്പി എന്ന് പിങ്കും വൈറ്റും കളറിൽ എഴുതി നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കി. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ പിൻ ഐക്കണില്ലേ അത് സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തമ്പനെയിലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഷോർട്സിൻ്റെ തമ്പനെയിൽ ഇങ്ങനെയാണ്. എന്നിട്ട് ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. മം ആൻഡ് ബാബി സൺ എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 3-4 ഹാഷ്ടാഗ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് കൊടുത്തത്. പിന്നെ ഞാൻ കിഡ്സിൻ്റെ വീഡിയോ അല്ല എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റ് ബോക്സ് ഓൺ ആക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം പ്രൊമോഷൻ ഇല്ലയെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിലേറ്റഡ് വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എടുക്കുക. എല്ലാം കഴിഞ്ഞ ശേഷം സേവ് കൊടുക്കണം. സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് വേണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ. ഞാനിവിടെ ബേബി, മം, ട്രെൻഡിങ്, ഫാമിലി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഷോർട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നെ ആഡ് ടാഗ്സിൽ നമുക്ക് ടാഗ് കൊടുക്കാം. ടാഗും ഈ പറയുന്ന കണക്കിന് ഫാമിലി ഇഷ്ടമുള്ള എന്ത് വേണോ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ സേവ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഷോർട്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഏകദേശ രൂപം പിടികിട്ടി കാണും അല്ലേ? ഇതുപോലെ തന്നെ അനലിറ്റിക്സ് എല്ലാം മാറ്റി ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഒരു മാറ്റവും കൂടാതെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ യൂട്യൂബ് വീഡിയോസ് എനിക്ക് ഇടാൻ കഴിയത്തുള്ളൂ. എന്തായാലും നിങ്ങളും എന്നെപ്പോലെ തന്നെ നല്ല നല്ല ഉയർച്ചയിലെത്തുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. എന്തായാലും സൈനിങ് ഓഫ്.